ഈ ADGP അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്തേ ഇടപെട്ടില്ല? ഒരു കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ അതിൻ്റെ മീതെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പോലുള്ള പരിപാടിയിൽ DGP മുതൽ ഇടപെടും. പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ എന്താ നടക്കുന്നതെന്ന്. കാരണം അത്രയും വലിയ ആൾക്കൂട്ടവും അത്രയും വലിയ ചടങ്ങുമാണ് നടക്കുന്നത്. അപ്പോൾ ഈ രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം 7 മണി വരെ കമ്മീഷണർ കുഴപ്പമുണ്ടാക്കിയെങ്കിൽ ആ കമ്മീഷണറെ നിയന്ത്രിക്കേണ്ടിയിരുന്ന ഈ ADGP അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇടപെട്ടില്ല? അപ്പോൾ തൃശ്ശൂർ പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ADGP. അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരി മരുന്ന് ഏർപ്പാട് തുടങ്ങിയ കൈക്കൂലി, കോഴ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും ADGP അജിത് കുമാറിനെയും അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഈ RSS ബന്ധമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും ഈ സംഘപരിവാറുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു അൺഹോളി നെക്സസ്, അവിഹിതമായ ബാന്ധവം നേരത്തെ മുതലുണ്ട്. അതൊന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്. തൃശ്ശൂരിൽ BJPയെ ജയിപ്പിക്കാൻ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തു, വ്യക്തമായിരിക്കുകയാണ്. ഇത് പറയട്ടെ, മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നോ, മുഖ്യമന്ത്രി ഇയാളെ പറഞ്ഞയച്ചില്ലെന്നോ പറയട്ടെ, ഇയാൾ പോയിട്ടില്ല എന്ന് പറയട്ടെ. CCTV ക്യാമറയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ട്, അത് പരിശോധിച്ചാൽ മനസ്സിലാവും പോയിട്ടുണ്ടെന്ന്. വേണമെങ്കിൽ ഞാൻ സംസാരിച്ച ഡേറ്റ് കൂടി പിന്നെ പറഞ്ഞുതരാം. കണ്ടിട്ടുണ്ട്, അവിടെ പോയി കണ്ടിട്ടുണ്ട്. 1 മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ. അതല്ല അത് പിന്നീടല്ല, അത് ഈ വർഷമാണ്. ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഒരു കീഴുദ്യോഗസ്ഥൻ അഴിഞ്ഞാടി എന്നാണെന്ന് പറഞ്ഞത്. ഞാൻ ആ വാക്കാണ് ആവർത്തിച്ചത്. ഡിഫൻസ് ആയിരുന്നു, LDFിൻ്റെ ഡിഫൻസ് ആയിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടി. അതുകൊണ്ടാണ് ഇയാൾ അഴിഞ്ഞാട്ടം രാവിലെ മടത്തി വരവ് തുടങ്ങിയപ്പോൾ തൊട്ട് 11 മണിക്ക് തുടങ്ങുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ എങ്ങനെ അഴിഞ്ഞാടുന്ന ഒരാൾ? അയാളുടെ തലയ്ക്ക് മീതെയുള്ള ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്. ഇപ്പം ഭയങ്കര പ്ലാൻഡാണ്, ആസൂത്രണം ചെയ്ത് തൃശ്ശൂർ പൂരം കലക്കാണ്. ഈ ADGP ലോ ആൻഡ് ഓർഡർ തൃശ്ശൂരിൽ നിന്നിട്ട് അത് കലക്കാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ആവശ്യം പൂരം കലക്കി അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് മകൾക്കെതിരായ SFI അന്വേഷണം നിർത്തണം. എല്ലാം ആ ആരോപണം ഉൾപ്പെടെ, കരുവന്നൂർ ബാങ്കിലുള്ള ആരോപണം ഉൾപ്പെടെ. ഇപ്പം നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ പറഞ്ഞു, എന്നോടന്ന് ചോദിച്ചു ED പിടിമുറുക്കിയെ കണ്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറയും ED പിടിമുറുക്കിയത് CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ്. എല്ലാവരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യില്ല, പിറ്റേ ആഴ്ച വരാൻ പറയും, പറഞ്ഞു വിടും. ഡെമോക്ലീസിൻ്റെ വാള് പോലെ അറസ്റ്റ് ഭീഷണി നിർത്തി. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു. ഇവർക്കൊന്നും പ്രവർത്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു. ഇപ്പോൾ ED എവിടെ? EDയുടെ പിടി എവിടെ? പിടിമുറുക്കിയ കൈ ഇപ്പോൾ ഇവിടെ പോയി? ഒരു അന്വേഷണം ഇല്ലല്ലോ കരുവന്നൂരിൽ. നിങ്ങൾ തന്നെ ഇതൊക്കെ ഞങ്ങൾ അന്ന് മുൻകൂട്ടി പറഞ്ഞ കാര്യം. തൃശ്ശൂർ പൂരം കലക്കിയപ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞാണ്. തൃശ്ശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയിട്ടാണ് BJP ജയിപ്പിക്കുന്നത്. ഭയങ്കരമായിരുന്നു അതിൻ്റെ റിയാക്ഷൻ. വളരെ പ്ലാൻഡായിട്ട് BJPയും CPMും കൂടി ആസൂത്രണം ചെയ്ത അന്നത്തെ കൂടിക്കാഴ്ച ഈ സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല കേസുകളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ്. അതാണ് ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്വപ്ന സുരേഷ് ഒരു മൊഴി കൊടുത്ത സമയത്ത് ആ സ്വപ്ന സുരേഷിൻ്റെ സഹായിയെ തട്ടിക്കൊണ്ടുപോയില്ലേ? അതാരാ? അതിൻ്റെ പേരിലല്ലേ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? എന്നിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ പോസ്റ്റിൽ കൊണ്ടിരുത്തിയില്ലേ? അപ്പോൾ നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പലതും ചെയ്യിച്ചിട്ടുണ്ട്, നിയമവിരുദ്ധമായ കാര്യങ്ങൾ.